എന്തിനാ കരയുന്നത്? കരയിപ്പിക്കാൻ ആളുണ്ടായിട്ട്. എന്തു പറ്റി? രാജകുമാരിയെ നിക്കാഹ് കഴിക്കണം അല്ലേ? അതെ. അപ്പോ എന്നെ ഇത്രയും കാലം ആശിപ്പിച്ചത്? ജമീല, എനിക്കെല്ലാം മനസ്സിലായി അലാവുദ്ദീൻ. ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടു. അലാവുദ്ദീൻ ഇപ്പോൾ വലിയ ആളായി. രാജകുമാരിയെ നിക്കാഹ് കഴിക്കാം. ജമീല, നീ എന്റെ കൊച്ചു പെങ്ങളാണ്. എന്റെ വാക്കുകളും പെരുമാറ്റങ്ങളും എല്ലാം നീ തെറ്റിദ്ധരിച്ചു എന്നാ തോന്നുന്നത്. അബൂബക്കർ പോലെ തന്നെ നീ എന്നെയും കരുതുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ എന്നെ കുറ്റപ്പെടുത്തത്. നിന്നെ ഒരിക്കലും എന്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല. നീ എന്നും എന്തും എന്റെ കൊച്ചു പെങ്ങളാണ്. ജമീല, നിന്നെ വലിയൊരു സ്ഥലത്തിൽ ഞാൻ നിക്കാഹ് കഴിപ്പിച്ചയക്കാം. ജമീല, അലാവുദ്ദീൻ, എന്താ കമറുദ്ദീൻ? രാജകുമാരി ഇങ്ങോട്ട് വന്നു. ഇല്ല, ഇങ്ങോട്ട് വന്നില്ലല്ലോ. രാജകുമാരിയെ കൊട്ടാരത്തിൽ കാണാനില്ല. ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇതാ ഇപ്പൊ വരാം. രാജകുമാരിയെ കാണാനില്ല. ആരോ തട്ടിക്കൊണ്ടുപോയി. ആരാണെന്ന് പറ. കൊള്ളക്കാർ കൊണ്ടുപോയി. കൊള്ളക്കാർ? ഞാൻ പോയി കൊണ്ടുവരാം. വേണ്ട, നീ വന്നാൽ നിന്നെ പറ്റിയും വിളക്കിനെ പറ്റിയും നാട്ടുകാരറിയും. എവിടെയാണെന്ന് മാത്രം പറ. അങ്ങയുടെ ആഗ്രഹം ഞങ്ങൾ ഇതാ നിറവേറ്റിയിരിക്കും. അതാ ബാഗ്ദാദ് അരമനയെ അലങ്കരിക്കുന്ന മാണിക്യം നമ്മുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഇങ്ങെത്തി അല്ലേ രോഷ്നി രാജകുമാരി? നിങ്ങളാണോ കൊള്ളക്കാരൻ? എന്റെ ഹൃദയം കവർന്നെടുത്ത ഈ കൊള്ളക്കാരിയുടെ ദാസനാണ്. ബാഗ്ദാദ് രാജകുമാരിയോടാണ് നീ സംസാരിക്കുന്നത്? ഇന്നു മുതൽ നീ ബാഗ്ദാദ് രാജകുമാരിയല്ല, ഈ മിർഖാസിമിന്റെ അന്തപുരത്തിലെ റാണിയാണ്. ഭയപ്പെടാതെ രാജകുമാരി. പോലെ മൃദുലമായ മേനിയിൽ ഒരു പോർണ് പോലും ഞാൻ ഏൽപ്പിക്കില്ല. എനിക്ക് താലോലിക്കാനുള്ളതല്ല. രോഷ്നി, ഇതെന്റെ സാമ്രാജ്യമാണ്. ഇവിടെ നിന്ന് നിന്നെ ഇനി രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. മീർ ഖാസിം,
ഷാൻഷാ, നമ്മുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയതും ഈ രാജ്യത്ത് കൊലയും കൊള്ളയും നടത്തിയിരുന്നതും മറ്റാരുമില്ല, നമ്മൾ നല്ലവനാണെന്ന് കരുതിയിരുന്ന മീർ ഖാസിം. മുർഖാസിം, നീ ഇത്ര നീചനാണെന്ന് നാം ചിന്തിച്ചില്ല. അവനെ പിടിച്ചുകെട്ടി കാൽക്കൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്. അവൻ ഓടി രക്ഷപ്പെട്ടു. അവൻ എവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചുകൊണ്ടുവരും. അവൻ ഈ ലോകത്തെ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പിടിച്ചുകൊണ്ടുവരും ഷാൻഷാ. എന്നെ രക്ഷിച്ച നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു പോയി. ക്ഷമിക്കൂ. നിന്നെ ഞാൻ നിക്കാതെ ചെയ്യും. സത്യം. അലാവുദ്ദീൻ, ഞാൻ നിന്റെ സഹായത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. നീ എന്നെ സഹായിക്കണം. എന്റെ എന്ത് സഹായവും നിനക്കെപ്പോഴും ഉണ്ട് കമറുദ്ദീൻ. പറ. ഞാൻ കാരണം ചാരിത്രം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാണ് ആ പെൺകുട്ടി? നമുക്ക് ഉടൻ തന്നെ നിക്കാഹിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാം. അലാവുദ്ദീൻ, നിന്റെ സ്നേഹിതൻ അബൂബക്കറില്ലേ, അവന്റെ സഹോദരി ജമീലയാണ്. ജമീല എന്റെ സഹോദരിയാണ്. അവളെയും നീ നശിപ്പിച്ചു അല്ലേ? നിന്നെ ഞാൻ അടിക്കൂ അലാവുദ്ദീൻ, ഇനിയും അടിക്കൂ. അങ്ങനെയെങ്കിലും എന്റെ തെറ്റുകൾ പടച്ചോൻ പൊറുക്കട്ടെ. ജമീലയുടെ കണ്ണുനീര് എന്നെ മനുഷ്യനാക്കി. ജമീലയല്ലാതെ മറ്റാരെയും ഞാൻ നിക്കാഹ് കഴിക്കില്ല. ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു. കമറുദ്ദീൻ, എന്നോട് ക്ഷമിക്കൂ. പെട്ടെന്നുള്ള അവിവേകം കൊണ്ട് ഞാൻ നിന്നെ അടിച്ചു. ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ നിക്കാഹ് ഞാൻ നടത്തിത്തരാം.